ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സ്റ്റാർ മാജിക് നിർത്തിയതിന് ശേഷം നമ്മുടെ അനുമോളും ശ്രീവിദ്യയും പങ്കെടുത്ത ആദ്യത്തെ ഒരു ഇനാഗ്രേഷൻ പരിപാടിയായിരുന്നു നമ്മുടെ ബിനു അടിമാലിയുടെ സ്വന്തം നാടായ അടിമാലിയിൽ നടന്ന ഒരു സ്വീകരണ പരിപാടി. അതിൽ തീർച്ചയായിട്ടും കിങ് ആൻഡ് ക്യൂൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയായിരുന്നു നമ്മുടെ ശ്രീവിദ്യയും അനുമോളും. ഹൈറേഞ്ചിൻ്റെ സ്നേഹം തൊട്ടറിയാൻ കിട്ടിയ ഒരു അവസരം രണ്ടുപേരും ചേർന്ന് ഉപയോഗപ്പെടുത്തി എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഹൈറേഞ്ചിനെ കുറിച്ച് പറയാൻ നമ്മുടെ ബിനു അടിമാലിക്ക് 100 നാവാണ് സ്റ്റാർ മാജിക്. തീർച്ചയായിട്ടും ഹൈറേഞ്ചിൻ്റെ സ്നേഹം തൊട്ടറിയാൻ കിട്ടിയ ഒരു അവസരം തന്നെയായിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും നാട്ടുകാരുടെ സ്നേഹം കണ്ടപ്പോൾ തീർച്ചയായിട്ടും അനുമോൾക്കും ശ്രീവിദ്യക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യമായി സ്റ്റേജിൽ കയറി അനുമോളുടെ തഗ്ഗുകളും അതുപോലെ തന്നെ സൂപ്പർ ഡയലോഗുകളും വേണ്ടി കളം നിറഞ്ഞ് കളിക്കുകയാണ് നമ്മുടെ അനുമോൾ. തീർച്ചയായിട്ടും അനുമോളുടെ വാക്കുകൾ നമുക്ക് ആദ്യമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അടിമാലിയിൽ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അത് ബിനുചേട്ടൻ കാരണം. അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ബിനുചേട്ടനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. അടിമാലി കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അടിമാലിയിൽ ബിനുചേട്ടൻ കാരണം ബിനുചേട്ടന്റെ കൂടെ വരാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായി അടിമാലിക്കാരെല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണെന്ന്. അയ്യോ, ഞാൻ മുത്തിയ സത്യം പറഞ്ഞ ഷിയാസല്ല. എല്ലാവർക്കും സുഖമല്ലേ? എന്നോട് ചോദിച്ചു ഈ കമ്മൽ എവിടെന്നാന്ന്. ഈ കമ്മല് ട്രിവാൻഡ്രത്ത് ഇതുപോലൊരു ഫാൻസി സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഞാൻ വന്നപ്പോ തന്നെ നോക്കുവോ ഇവിടെ എന്തൊക്കെയുണ്ട്. ഉണ്ട്, അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോ തന്നെ. അതെ, പക്ഷെ എനിക്ക് എന്തായാലും ട്രിവാൻഡ്രത്തുനിന്ന് അടിമാലി വരെ വരാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കാണുമായിരിക്കും അല്ലേ? ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ഓർഡർ ചെയ്തോളാം. എന്തായാലും ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഈ ഒരു പ്രോഗ്രാം അനുബന്ധിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരോടും. കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നവരാണോ അതോ കട്ടി വന്നവരാണോ? അല്ല. അപ്പൊ ഒത്തിരി പേരെ കണ്ടു. ഭയങ്കര സന്തോഷം. സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലായി. എന്താ പറയണ്ടേ, ബിനുചേട്ടന്റെ സ്വന്തം നാടാണ്. ചേട്ടൻ എപ്പോഴും സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് വെക്കുന്ന ടൈമില് എപ്പോഴും അടിമാലിയെ പറ്റി പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ആൾക്കാരെ പറ്റി ഭയങ്കര സ്നേഹമുള്ളവരാന്നൊക്കെ പറയുന്നുണ്ട്. അല്ലേ? സ്നേഹമുള്ളവരല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മളും അല്ലേ, നമ്മളും നിങ്ങളുടെ ഫാമിലി മെമ്പറായി കഴിഞ്ഞു. ഇല്ല ചേട്ടാ? അങ്ങനെയല്ല? അതെ. എന്തായാലും നമ്മുടെ ഈ ഒരു ഇനാഗ്രേഷന് എന്നെയും ശ്രീവിദ്യയും പിന്നെ ചേട്ടൻ അങ്ങനെ ഗസ്റ്റ് അല്ല അല്ലേ, ഒരു എന്താ പറയാ, ഈ ഫാമിലി മെമ്പർ തന്നെയാണ്. ഞാൻ ഗസ്റ്റ് അല്ല, ഞാൻ നാട്ടുകാരനല്ലേ, ഞാൻ സംഘാടകനാണ്. അതെയോ? ഓക്കെ. അപ്പോ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചിൽ ഒത്തിരി സന്തോഷം. ഈ ഒരു ഫസ്റ്റ് ബ്രാഞ്ചാണ്. അപ്പൊ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇതാണോ? അരുൺ ചേട്ടനും അല്ലേ? അരുൺ ചേട്ടനും പിന്നെ ഇവിടെ അനീഷേട്ടൻ അല്ലേ? അനീഷേട്ടൻ ഇവിടെ ഇല്ലേ? തിരക്കിലായി പോയി. ഓക്കെ. ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. ഫസ്റ്റ് ബ്രാഞ്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനുമോൾ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അതുപോലെ തന്നെ സ്റ്റാർ മാജിക് കാണുന്ന ഏതൊരു പ്രേക്ഷകനും നമ്മുടെ അനുമോൾ എൻ്റെ തങ്കച്ചൻ കോംബോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളീയർക്ക് ഇന്നും അനുമോളോട് ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം. അത് തീർച്ചയായിട്ടും ഹൈറേഞ്ചുകാർ അവരുടെ സ്നേഹ കയ്യടികളുടെയും അതുപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങളുടെയും തീർച്ചയായിട്ടും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിൽ അറിയപ്പെട്ട മറ്റൊരു കോംബോയാണ് നമ്മുടെ ബിനു അടിമാലി ആൻഡ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതും ആ പരിപാടിയുടെ മാറ്റുകൂട്ടുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിലും ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. തീർച്ചയായിട്ടും അതുപോലെ തന്നെ രണ്ടാമതായി നമ്മുടെ ശ്രീവിദ്യക്ക് നമ്മുടെ അടിമാലിക്കാരോട് ഹൈറേഞ്ചുകാരോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അടിമാലിയിലെ എല്ലാ കിങ്ങിനും ക്യൂൻസിനും നമസ്കാരം. ഇത്രയും വർഷം സ്റ്റാർ മാജിക്കില് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട്, അതായത് ആ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സ്ഥലപ്പേറ്റ് അടിമാലി എന്നാണ്. കാരണം ചേട്ടനെ നമ്മൾ അടിമാലി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ബിനുചേട്ടനെ പോലെയാണോ ഇവിടുത്തെ എല്ലാ ആൾക്കാരും? അയ്യോ, ആണോ? താങ്ക് യു. അപ്പം ചേട്ടൻ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവഴി മൂന്നാറിലൊക്കെ പോകാറുണ്ട്. അടിമാലിയിൽ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. ഭയങ്കര സന്തോഷം. കാരണം കൂടെയുള്ള ഒരാളുടെ നാട്ടില് ചേട്ടൻ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചത് അങ്ങനെയാണ്. സ്വന്തം വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരുമോ എന്നുള്ള പോലെ ചേട്ടൻ വിളിക്കുന്നത്. കുഞ്ഞെ, അടിമാലിയിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, നമുക്കൊന്ന് പോകണം എന്നാണ്. പിന്നെ ഡേറ്റിലെ കുറെ പ്രശ്നം വന്നപ്പോഴും നമ്മൾ എന്തായാലും ഈ പ്രോഗ്രാമിന് അടിമാലിയിൽ വരുന്ന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര, ഇന്ന് ചേട്ടൻ പറയും ഹൈ റേഞ്ച് ആണ്, ഭയങ്കര സ്നേഹമുള്ള നാട്ടുകാരാണ്. പറയുന്നത് നിങ്ങൾ കേട്ട് കാണാം. ശ്രീവിദ്യ പറയുന്നത് ബിനു അടിമാലിക്ക് സ്റ്റാർ മാജിക്കിൽ വന്നാൽ 100 നാവാണ് എന്നും തൻ്റെ ഹൈറേഞ്ചുകാരുടെ സ്നേഹം ഒരു സ്പെഷ്യലാണെന്നാണ് അവിടെ പറയാറുള്ളത് എന്നും, എന്നാൽ ഇപ്പോൾ നേരിട്ട് അത് അറിഞ്ഞപ്പോൾ തീർത്തും
സത്യമായ ഒരു കാര്യമാണ് അടിമാലി പറയുന്നത് എന്ന് വിശ്വാസമായി എന്നാണ് നമ്മുടെ ശ്രീവിദ്യ പറയുന്നത്. അതുപോലെ തന്നെ ഈ അടിമാലിയിലുള്ള എല്ലാവരും രാജകുമാരന്മാരും രാജകുമാരിയെ പോലെ സുന്ദരിമാരാവട്ടെ, ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് എന്നുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ശ്രീവിദ്യ മൈക്ക് നമ്മളെ സ്വന്തം അടിമാലിക്ക് കൈമാറുകയാണ്. അടിമാലിയുടെ തഗ്ഗുകൾ ഇന്നും സ്റ്റാർ മാജിക്കും അതുപോലെ തന്നെ ടമാർ പടാറായാലും അതിലെല്ലാം വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ മറ്റ് കോമഡി പരിപാടികളിലും സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബിനു അടിമാലി ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വേഷം അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും തൻ്റെ ശൈലിക്കനുസരിച്ച് അതൊരു രൂപാന്തരപ്പെടുത്തി തീർച്ചയായിട്ടും തനിക്കിണങ്ങുന്ന രീതിയിൽ അതൊരു നല്ല കഥാപാത്രത്തെ ആക്കി വാർത്തെടുക്കുന്നതിൽ നമ്മളെ ബിനു അടിമാലിക്ക് ഒരു തകർപ്പൻ കഴിവ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർ മാജിക്കിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മുടെ ബിനു അടിമാലിക്ക് കഴിഞ്ഞത്. അടിമാലിക്കാരോട് ബിനു അടിമാലിക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഓണർമാരെക്കാളും സന്തോഷത്തിലാണ് ഞാൻ. കാരണം എന്റെ നാടിന്റെ ഒരു പവർ കാണിച്ചു കൊടുത്ത ഇവർക്ക്. ഇതാണ് നമ്മുടെ ഹൈ റേഞ്ചിന്റെ പവർ. കാരണം എന്റെ മേലൊക്കെ പൂത്ത് കയറുക. ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് കട ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾ എല്ലാവരും, പക്ഷെ എൻ്റെ ജനിച്ച് വളർന്ന് ഞാൻ നടന്ന മണ്ണില് ഒരു സ്ഥാപനം അതിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമല്ല മോനെ. അതിന് ആദ്യമായിട്ട് കിങ് ആൻഡ് ക്യൂവിൻ്റെ അതിൻ്റെ ഓണർമാരായ അരുണിനും അനീഷിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം വിജയാശംസകൾ നേരുന്നു. ഒരുപാട് നന്ദി നേരുന്നു. അപ്പോൾ നിങ്ങൾ വളർത്തി വലുതാക്കിയ കലാകാരനൊക്കെ നമ്മൾ ഭംഗിവാക്കായിട്ട് പറയില്ല. എൻ്റെ ഹൈ റേഞ്ചിൻ്റെ ശൈലിയും എൻ്റെ ഹൈ റേഞ്ചിൻ്റെ നിഷ്കളങ്കതയും എൻ്റെ ഹൈ റേഞ്ചിൻ്റെ സ്നേഹവും ചാലിച്ച് ഞാൻ ചാനലിൽ കോമഡി പറഞ്ഞപ്പോഴാണ് ആ ശൈലിയാണ് എന്നെ വിജയത്തിലേക്ക് നയിച്ചത്. അതിന് അനുവും ശ്രീവിദ്യ ഒരു കച്ചേരി വരെ നടത്തിയിട്ടാണ് പോകുന്നത്. ശ്രീവിദ്യയുടെ കച്ചേരി അനുവിൻ്റെ സിനിമാറ്റിക് ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ രണ്ട് സഹോദരന്മാരുടെ ഈ പ്രസ്ഥാനത്തിന് ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സ്റ്റാർ മാജിക്കിൽ നിങ്ങൾ ഇവരുടെയൊക്കെ പ്രോത്സാഹനം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രോത്സാഹനങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ പ്രോഗ്രാം അത്രത്തോളം വിജയത്തിലെത്തിയത്. ഇപ്പോൾ അടിമാലി പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. അടിമാലിക്കാരുടെ ഈ സ്നേഹവും ഈ സന്തോഷവും ഈ സംഭാഷണവും ഈ കോമൺ രീതികളും എല്ലാം തന്നെ കടമെടുത്തുകൊണ്ട് ഞാൻ സ്റ്റാർ മാജിക്കിൽ കൊണ്ടുപോയി പയറ്റിയതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആയത് എന്നാണ് നമ്മളെ അടിമാലി പറയുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും ഹൈറേഞ്ചുകാരോട് അത് കൂടുതലാവില്ല എന്നാണ് നമ്മുടെ ബിനു അടിമാലി പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിലെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത് പോലെ തന്നെ കാണികളെ കയ്യിലെടുക്കുന്ന കാര്യത്തിലും നമ്മുടെ ബിനു അടിമാലിക്ക് ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട് എന്ന് തീർച്ചയായും ഈ സ്റ്റേജ് പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ശ്രീവിദ്യ ആൻഡ് അനു എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കോംബോയാണ്. സ്റ്റേജിൽ ഇനോഗ്രേഷൻ പരിപാടികൾക്ക് ഇന്ന് കൂടുതൽ തിരക്കുള്ള രണ്ട് നടിയാണ് തീർച്ചയായിട്ടും ഈ ശ്രീവിദ്യ, നമ്മുടെ അനുമോൾ. ആ തിരക്കിട്ട അവരുടെ പ്രവർത്തനത്തിനിടയിൽ അടിമാലിയിലെത്തി ഹൈറേഞ്ചിൻ്റെ സ്നേഹം തൊട്ടറിയാൻ വേണ്ടി സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് നമ്മളെ അനുമോൾ പ്രേക്ഷകരോട് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.